അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയമുള്ളവരെ, ടാസ്ക് 4 അർ-റജാ മിൻ കിതാബിൽ ഫുസൂൽ ലി അബ്ബാസ് മഹ്മൂദ് അൽ അഖാദ്. അബ്ബാസ് മഹ്മൂദ് അൽ അഖാദിൻ്റെ അൽ ഫുസൂൽ എന്ന ഗ്രന്ഥത്തിൽ നിന്ന് എടുത്തതാണ് അർ-റജാ എന്നുള്ളത്. ഇന്ന റജാ തബീഅത്തുൽ ഹയാത്ത്, പ്രതീക്ഷ അത് ജീവിതത്തിൻ്റെ പ്രകൃതിയാണ്. ലബൽ ഹുവ ഇസ്മുൻ ആഖർ മിൻ അസ്മാഇഹ എന്ന് വേണ്ട, ജീവിതത്തിൻ്റെ മറ്റൊരു പേര് തന്നെയാണ് പ്രതീക്ഷ. ഹുമാക്കാനത്തിൽ ഹയാത്തു ഇല്ല അമല, ജീവിതം എന്നുള്ളത് പ്രതീക്ഷയല്ലാതെ മറ്റൊന്നുമല്ല. യതഹഖഖു ലി സാഹിബിഹി, ആ പ്രതീക്ഷ അത് പ്രതീക്ഷിക്കുന്ന വ്യക്തിക്ക് നേടിക്കൊടുക്കും. അലാ ഗൈരി ഇറാദത്തിൻ മിൻഹു, തൻ്റെ ഉദ്ദേശത്തിന് വിരുദ്ധമായിട്ടായിരിക്കാം അവ നേടുന്നത്. വമാകാന ഹയ്യൻ ഖത്തു ഇല്ല ഉംനിയ ഫി ളമീരിൽ ഗൈബി, ജീവനുള്ള ഏതൊരാൾക്കും തന്നെ അയാളുടെ മറഞ്ഞുകിടക്കുന്ന മനസ്സിൻ്റെ ഉള്ളിൽ പല പ്രതീക്ഷകളുമുണ്ട്. ഗലബ ഫീഹൽ ഇഖ്ദാമു അലൽ ഇഹ്ജാം, ആ പ്രതീക്ഷയിലാണ് പരാജയങ്ങൾക്കുമേൽ മുന്നേറാൻ അവനെ പ്രാപ്തനാക്കുന്നത് അല്ലെങ്കിൽ അതിജയിപ്പിക്കുന്നത്. വത്തൗഫീഖ് വലൽ ഹുബൂത്ത്, പതനത്തിൽ നിന്ന് മുന്നേറാൻ. വസുന്നത്തുൽ ഖൽഖ് അലാ ഫൗദിൽ ഇഹ്മാൽ, അവഗണനയുടെ അരാജകത്വത്തിൽ സൃഷ്ടികളുടെ ചര്യകളും അതിൻ്റെയൊക്കെ മുകളിൽ നിൽക്കാൻ മനുഷ്യനെ പ്രാപ്തനാക്കുന്നത് അവൻ്റെ മനസ്സിൻ്റെ ഉള്ളിലുള്ള പ്രതീക്ഷകളാണ്. പ്രതീക്ഷകളില്ല എങ്കിൽ അവൻ അഭിമുഖീകരിക്കുന്ന നഷ്ടങ്ങൾ, പരാജയങ്ങൾ അതിൻ്റെ മുമ്പിലെല്ലാം തകർന്നു പോകും. പക്ഷേ ഏതൊരു മനുഷ്യൻ്റെയും മനസ്സിൻ്റെ ഉള്ളിൽ പ്രതീക്ഷകളുണ്ട്. ഫഇദാ ഹിയ ദാത്തുൻ സവിയ്യ, അങ്ങനെ വരുമ്പോൾ അത് ഒരു ദാത്താണ് എന്ന് പറയാം, അതൊരു സത്തയാണ്, പ്രതീക്ഷ എന്ന് പറയാം. വനഫ്സുൻ ഷാഇറ ദഹറത് യസ്ബുഖഹ റജാ, ഇത് പ്രകടമായൊരു കാവ്യ മനസ്സാണെന്ന് പറയാം. പ്രതീക്ഷയാണ് ആ മനസ്സിനെ മുന്നോട്ട് നയിക്കുന്നത്. വയഹ്ദു ഹർ റജാ, അതിനെ മുന്നോട്ട് ഗമിപ്പിക്കുന്നത് പ്രതീക്ഷയാണ്. വയസ്താഖുലി കാബു ഹർ റജാ, ആ പ്രതീക്ഷയാണ് അവരെ, അതിൻ്റെ വാഹകരെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. വലൗകാന ഗൈറു റജാ ഉൻവാനൻ ലിത്തബീഅ, പ്രകൃതി പ്രതിഭാസത്തിൻ്റെ തലവാചകമായി പ്രതീക്ഷയല്ലാത്ത മറ്റെന്തെങ്കിലുമായിരുന്നുവെങ്കിൽ ലമാകാൻ നഫ്സിൻ ഹയ്യത്തിൻ മിൻ സബീലിൻ ഇലൽ വുജൂദി, ഒരു ജീവനുള്ള വ്യക്തിക്കും ഒരു മനസ്സിനും നിലനിൽപ്പ് എന്നത് സാധ്യമാകുമായിരുന്നില്ല. പ്രതീക്ഷകൾ കൊണ്ടാണ് എല്ലാവരും നിലനിന്ന് പോണ പോലും. മനുഷ്യൻ്റെ ജീവിതത്തിൻ്റെ പ്രതീക്ഷയെ ഇവിടെ അഖാദ് ഒരു ധാന്യമണിയോട് ഉപമിച്ചുകൊണ്ട് വിശദീകരിക്കുകയാണ്. തുടർന്ന് അറഅയ്ത ഹബ്ബത്തൽ ബുർറിൽ ലഈല മത്റൂകതൻ ഫീ ഹൈസു യുത്റകു റുഫാത്തു സഹീഖ്, ഒഴിവാക്കപ്പെട്ട മെലിഞ്ഞുണങ്ങിയ ഒരു ധാന്യമണി, ഒരു ബുറിൻ്റെ ധാന്യമണി അഥവാ ഒരു ഗോതമ്പ് മണിയെ നീ കണ്ടിട്ടില്ലേ? എങ്ങനത്തെ? ഫി ഹൈസു യുത്റകു റുഫാത്തു സഹീഖ്, പൊടികളുടെ വേസ്റ്റുകൾ കൊണ്ടുപോയി ഉപേക്ഷിക്കുന്നിടത്ത് പൊടിയാതെ പോയ ഒരു ഗോതമ്പ് മണി. ഐന ഹിയ ഫി ഖില്ലതിഹാ വസിഗരിഹാ, അത് എത്രമാത്രം ചെറുതാണ്. അങ്ങനെയുള്ള അതെവിടെയാണ്? മിൻ അനാസിരി ഷക്കിൽ മുഹ്ദഖ ബിഹാ, സംശയത്തിൻ്റെ അംശത്തോടുകൂടെ നോക്കിക്കാണുന്ന. വസവാജിറൽ ഖൗഫിൽ മുതറസ്സിദ ലഹ, ഭയത്തോടുകൂടി നോക്കുന്ന മനസ്സ്, ആ മനസ്സുമായി നിരീക്ഷിക്കുന്ന ആ ധാന്യമണിയുടെ സ്ഥാനം. തുസ്തിലുഹൽ അർദു ബി അദീമിഹ, ഭൂമി അതിൻ്റെ പ്രതലം അതിനെ ഭാരമുള്ളതാക്കുന്നു. വതുൻദിറു ഹർരിയാഹു ബി സുമൂമിഹ, കാറ്റുകൾ, ഉഷ്ണക്കാറ്റുകൾ അതിനെ ഭീഷണിപ്പെടുത്തുന്നു, അതിനെ ആ ധാന്യമണിയെ നാശത്തെ മുന്നറിയിപ്പ് കൊടുക്കുന്ന. മിൻ ഫൗഖിഹ മിൻജലുൽ ഹസാദ്, അതിനെല്ലാം അപ്പുറം ആ ധാന്യമണിക്ക് മുകളിൽ കൊയ്ത്തുകാരുടെ അരിവാളുകൾ ഉണ്ടായിട്ടുണ്ട്. കം ഹസദ മിൻ ഖബിലിഹ സനാബില വഹുബൂബൻ, ആ അരിവാൾ എത്രയെത്ര നെൽക്കതിരുകളെ അല്ലെങ്കിൽ ഈ ഗോതമ്പ് കതിരുകളെയും ഗോതമ്പ് മണികളെയും കൊയ്തെടുത്തിട്ടുണ്ട്. ലാബൽ ഖബാഇല വശുഊബ, എന്ന് വേണ്ട ഗോത്രങ്ങളെ, സമൂഹങ്ങളെ. വഅൽവാനം മിൻ നബിത്തുൽ ഹയാത്തി വദറൂബൻ, ജീവിതത്തിൻ്റെ ചെടികളെപ്പോലും, ചെടികളുടെ വൈവിധ്യങ്ങളെപ്പോലും ഇനങ്ങളെപ്പോലും കൊയ്തെടുത്ത. ഫമാ കാന യഅ്സൂഹാ ഫി കുല്ലി ദുർറത്തിൻ മിന തുറാബി നദീറുൻ ജഹീറുൻ, ഓരോ മൺതരിയിലും അതിന് ഭീഷണി അറിയിക്കുന്ന കാര്യങ്ങൾ പ്രത്യേകം ആവശ്യമില്ലാത്ത വിധം. വഫീ സൗബിൻ മിനൽ ഫളാഇ അദുവൻ ഖദീറുൻ, ഈ പ്രപഞ്ചത്തിൽ തന്നെ ശക്തരായ ശത്രുക്കൾ അതിനുണ്ടായിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ ഒരു ധാന്യമണി, ആ ധാന്യമണിയെ എല്ലാ ഭാഗത്തു നിന്നും അതിനെ ബുദ്ധിമുട്ടിക്കുന്ന രൂപത്തിലുള്ള അവസ്ഥകളൊക്കെയുണ്ട് അവിടെ. ഭയപ്പെടുത്തുന്ന രൂപത്തിലുള്ള കാറ്റുകൾ, അതേപോലെ തന്നെ അതിനെ കൊയ്തെടുക്കാൻ അരിഞ്ഞു മാറ്റാനുള്ള അരിവാളുകൾ, അതിനെ ക്ലീൻ ചെയ്ത് കൊണ്ടുപോകുന്നവർ, ഇങ്ങനെ തുടങ്ങിയ ആ ഒരു ഗോതമ്പ് മണി. തിൽക്കൽ ഹബ്ബത്തു ലൗ വഖഫത് ലഹ്ദതൻ ഫീ മക്മനിഹ, അതിൻ്റെ സ്ഥാനത്ത് തന്നെ അത് അവശേഷിക്കുകയാണെങ്കിൽ തസിനു ഖുവ്വതഹ ഇലാ തിൽക്കൽ ഖുവ, അതിൻ്റെ ശക്തിയെ നിനക്ക് മറ്റു ശക്തികളുമായിട്ട് തുലനം ചെയ്യാൻ സാധിക്കും. വതുഖ്സിമു ജിർമഹ അലാ തിൽക്കൽ അജ്റാം, അതിൻ്റെ വലിപ്പത്തെ മറ്റുള്ള വലിപ്പങ്ങളുമായിട്ട് നിനക്കതിനെ വിഭജിക്കാൻ സാധിക്കും. വതുഖീമു ഹഖ്ഖഹ ഫിൻ നമാഇ, അതോടൊപ്പം തന്നെ
അതിനുള്ള അവകാശം വകവെച്ചു കൊടുക്കുമ്പോൾ അലമയുലഹ മിൻഹാദിഹിൽ ഫുറൂഖി, ഈ വ്യത്യാസങ്ങളോട് കൂടെ അതെങ്ങനെയാണോ വളരേണ്ടത് ആ രൂപത്തിൽ വളരാൻ അതിന് അവസരങ്ങളൊരുക്കാൻ സാധിക്കും. വതബ്നി അമലഹ ഫിൽ ഫല്ലാഹ്, അങ്ങനെ കർഷകരിൽ അത് പ്രതീക്ഷകൾ വളർത്തുന്നു. അലാമ അസ്വാബ സുറൂഇൽ ഫാനിയ മിൻ ഖദീം, മുമ്പ് കൃഷികൾക്ക് നഷ്ടം ബാധിച്ചിരുന്ന കർഷകരാണ്, അവരിൽ പ്രതീക്ഷകൾ അത് മുളപ്പിക്കുന്നു. ഫഅയ്യു മസ്വാദ കാനത്ത് തറാഹു ലിമദാറത്തി ദുഅഫിഹാ വദില്ലതിഹാ അർഅഫു ബിഹാ മിന തുറാബ്. അങ്ങനെയെങ്കിൽ ഈ ദുർബലമായ ഈ ധാന്യമണിക്ക് അതിന് നിലകൊള്ളാൻ മണ്ണിനേക്കാളും അനുകമ്പയുള്ള സ്ഥലം വേറെ എവിടെയാണുള്ളത്? വഅയ്യു മഖറിൻ കാന അഹഖു ബിഹാ മിൻ ദാലിക്കൽ ഖബറിൽ മസ്തൂർ, കുഴിച്ചു മൂടപ്പെട്ട മണ്ണുകൾക്കുള്ളിലല്ല സ്ഥലമല്ലാതെ മറ്റു കേന്ദ്രം ഏതാണ് ആ ധാന്യമണിക്കുള്ളത്? ഇന്നഹു മഅ്മനുഹല്ലദീ ലാ തഖാഫു ഫീഹി, ഒരിക്കലും ഭയപ്പെടാനില്ലാത്ത ഒരു നിർഭയത്വത്തിൻ്റെ കേന്ദ്രം. വഫിൽ ഖബരി യഅ്മനുൽ അംവാത്ത്, അതേ ഖബറുകളിലാണ് മരിച്ചവർക്ക് നിർഭയത്വം ലഭിക്കുന്ന സ്ഥലം. ലാകിന്ന റജാഅ ലാ യദീനു ബിഹാദൽ മൻതിഖ് ലഖീം, ഇങ്ങനെയൊക്കെയാണെങ്കിലും ഈ ഒരു വരണ്ട ഈ ഒരു മൻതിഖ്, ഈ ബുദ്ധിപരമായ വർത്തമാനത്തോട്, ഈ ഹിക്മത്തിനോടൊന്നും പ്രതീക്ഷ കീഴുതുങ്ങുന്നതല്ല. ഇന്നഹു യഖൂലു ലഹ, അത് ആ ധാന്യമണിയോട് പറയുന്നുണ്ട്, ഇൻഹദി, നീ എഴുന്നേൽക്ക്. ഫതൻഹദ്, അപ്പോഴതാ ആ കുഴിച്ചു മൂടപ്പെട്ട മണ്ണിൽ നിന്ന് ആ ധാന്യമണി എഴുന്നേറ്റു വരുന്നു. മസ്ഖി ഖിലാഫക ഫതുമസ്ഖുഹു, നിന്റെ ആവരണിയെ പൊട്ടിച്ചെറിയ്, അതതിനെ തുളച്ച് പൊട്ടിച്ചു മാറ്റുന്നു. വശഖി അദീമൽ അർളി ഫതശഖുഹു, ഭൂമുഖത്തെ പിളർത്തി മുന്നോട്ട് വാ, അത് പിളർത്തി മുന്നോട്ട് വരുന്നു. വകാഫിഹർ റിയാഹ ഫതുകാഫിഹുഹാ, കാറ്റുകളോട് നീ മല്ലടിക്ക്, അപ്പോൾ കാറ്റുകളോട് അത് എതിരിടുന്നു. വബ്ലിഗി ഹല്ലക മിനത് തമാമി ഫതബ്ലഗുഹു, നിനക്ക് എത്താൻ പറ്റുന്ന ആ പൂർണ്ണതയിലേക്ക് നീ പരമാവധി എത്തുക. ഫതബ്ലഗുഹു, ആ ധാന്യമണി അത് മുളച്ചു പൊങ്ങി അതിൻ്റെ ലക്ഷ്യങ്ങളിലേക്ക് അതെത്തുന്നു. ഫഇദാ ഹിയ സറഉൻ ബഹീജുൻ മുസ്തവിൻ അലാ സൂഖിൻ യുഅ്ജിബു സുറാഅ, കർഷകരെ അത്ഭുതപ്പെടുത്തുന്ന തണ്ടുകളിൽ നേരെ നിൽക്കുന്ന അത്ഭുതകരമായ ഒരു കൃഷിയായിട്ടത് മാറുന്നു. വമാ അഹ്സന ഹദ്ദിൽ അഹ്യാ, ജീവനുകൾക്ക് എന്തു സൗഭാഗ്യമാണ് ലഭിക്കുന്നത്. ആ ധാന്യമണി, അങ്ങനെ എറിയപ്പെട്ട ഉപേക്ഷിക്കപ്പെട്ട ആ ധാന്യമണി, അതിൽ നിന്ന് പിന്നീട് പുതിയ നാമ്പുകൾ ഉണ്ടായിത്തീരുന്നത്, ജീവിതത്തിൽ ജീവിക്കുവാനുള്ള കൊതി ഉണ്ടാകുന്നത് അതിൻ്റെ പ്രതീക്ഷകളാണ്. ഇന്ന തിൽക്കൽ ഹബ്ബ ലാ തസ്തശീറുൽ ഫലാസിഫ, ഈ ധാന്യമണി ഒരിക്കൽ പോലും അവർ മറ്റു ഫിലോസഫർമാരുമായി കൂടിയാലോചിച്ചിട്ടില്ല. വലാ തഅഖുദു ബിനുസ്ഹിൽ ഹുകമാ, ബുദ്ധിജീവികളുടെ ഉപദേശങ്ങൾ അത് സ്വീകരിച്ചില്ല. ഇന്നഹാ ലാ തസ്മഉ ലി ഉലൈകൽ ഖാദത്തിൽ മുഫക്കിരീൻ, ചിന്തകന്മാരായിട്ടുള്ള ആ ഉന്നതന്മാരായി അറിയപ്പെടുന്ന ചിന്തകന്മാരുടെ വർത്തമാനങ്ങൾക്ക് അത് ചെവി കൊടുത്തില്ല. അല്ലദീന ഇന്നമാ യുബീഹൂന ഉമമഹും മിൻ ഹഖിൽ ഹയാതി, ഈ പറയപ്പെട്ട ബുദ്ധിജീവികളും ചിന്തകന്മാരും നേതാക്കന്മാരും അവരാരാണ്? ഇന്നമാ യുബീഹൂന ഉമമഹും, അവരവരുടെ സമൂഹത്തിന് അവസരമൊരുക്കി കൊടുക്കുന്നു. മിൻ ഹഖിൽ ഹയാത്തി, ജീവിതത്തിൻ്റെ യാഥാർത്ഥ്യങ്ങളെക്കുറിച്ച്. അലാ ഹിസാബിമാ ബൈനഹാ വബൈനൽ ഖുവൽ മുഖാവമ ലഹാ മിനൽ ഫുറൂഖ്, ആ ജീവിതം ഏത് നിലക്കാണോ മുന്നോട്ട് പോകേണ്ടത് അതും ജീവിതഘട്ടങ്ങളിൽ എതിരിടേണ്ടവരെ പ്രതിരോധിക്കേണ്ടതും ഇവ തമ്മിൽ വ്യത്യാസങ്ങളും നിലനിൽപ്പിന് വേണ്ടി പോരാടേണ്ടതും ജീവിതമെന്ന യാഥാർത്ഥ്യവും ഇവയ്ക്കിടയിൽ വ്യത്യാസങ്ങളൊക്കെ പഠിപ്പിച്ചു കൊടുത്ത ആ നേതാക്കന്മാർ, ആ ഫിലോസഫർമാർ. വല്ലദീന യഖൂലുന ലിഉമമിഹിം ഫീ കുല്ലി മത്ലബിൻ തത്ലുബുഹു, നീ അന്വേഷിക്കുന്ന ഏത് ഘട്ടത്തിലും നിനക്ക് കാണാൻ കഴിയും, എല്ലാ സന്ദർഭങ്ങളിലും അവർ ഉമ്മത്തിനോട് പറയുന്നത് ഇന്നക ലഈഫ വ ഇന്നഹും അഖ്വിയ, നീ ദുർബലയാണ്, അവർ ശക്തരാണ്. വല്ലദീന യസ്തഹ്മിഖൂന തിൽക്കൽ ഹബ്ബ, വർത്തമാനം അങ്ങനെയാണ്. ഇന്നക ലഈഫ വ ഇന്നഹും അഖ്വിയ വല്ലദീന യസ്തഹ്മിഖൂന തിൽക്കൽ ഹബ്ബ, ആ ഒരു ധാന്യമണിയെ അവർ നിസ്സാരമായി കാണുന്നു. ഫി മുജാസഫത്തിഹ, അതിൻ്റെ മുന്നേറ്റത്തിൽ. വലൗ അന്നഹ കാനത്ത് മിസ്ലഹും ഫി ഹദിരിഹിം വ അനാത്തിഹിം, ആ ധാന്യമണിയും അവരെപ്പോലെ അവധാനതയും ജാഗ്രതയും ഉള്ളതാണെങ്കിലും, അങ്ങനെയുള്ളതാണെങ്കിൽ അത് ആ നിലക്ക് പിന്നോട്ട് നിൽക്കുന്നതായിരുന്നുവെങ്കിൽ ലമാ നബത അലാ ദഹ്റിൽ അർദി നാബിത, ഈ ഭൂമുഖത്തൊരു ചെടിയും മുളക്കുമായിരുന്നില്ല. വലമാ തുജൂഅൻ ഖബ്ല അൻ യൂലദു ഫി ഹാദൽ ആലമി ത്വാഇശിൽ മജ്നൂൻ, വലമാതു ജൂഅൻ ഖബ്ല അൻ യൂലദു, അവർ ജനിക്കും മുന്നേ മരണപ്പെട്ടു പോകുമായിരുന്നു വിശപ്പ് കാരണം. ഫി ഹാദൽ ആലമി ത്വാഇശിൽ മജ്നൂൻ, ഭ്രാന്തമായ വീണ്ടുവിചാരമില്ലാത്ത ഈ ലോകത്ത്. അപ്പോൾ
അവിടെയൊക്കെ ജീവൻ ഉണ്ടായത് ഇത്തരം ധാന്യങ്ങൾ മുളച്ചതുകൊണ്ടാണ്, ഈ ധാന്യം മുളച്ചതുകൊണ്ടാണ്. അയ്യുഹർ റജാ, അപ്പോൾ പ്രതീക്ഷ, അല്ലയോ പ്രതീക്ഷയെ, മാ അഹ്വജന്നാസു ഇലൈക്ക്, മാ അഹ്വജന്നാസു ഇലൈക്ക്, ആളുകൾ എത്രമാത്രമാണ് നിന്നെ ആഗ്രഹിക്കുന്നത്, നിന്നെ ആവശ്യമുള്ളത്. വമാ അസ്ഹല ത്വരീഖുക ഇലൈഹിം, നിനക്ക് അവരിലേക്ക് എത്ര എളുപ്പത്തിലെത്താൻ കഴിയുന്നു. കദാലിക അഹദുന, അങ്ങനെയാണ് നമ്മുടെ കാലഘട്ടം. ബി അൽസമി ഹാജാത്തിൽ അഹ്യാഇ, ജീവിച്ചിരിക്കുന്നവർക്ക് ഏറ്റവും ആവശ്യമുള്ള ഘടകങ്ങൾ, അതൊരു ആ ഘടകങ്ങളുടെ കൂട്ടത്തിലാണ്. അതേതാണ് അവർക്ക് ഏറ്റവും ആവശ്യമുള്ളത്? അൽ ഹവാ, വായു വേണം, വൽമാ, വെള്ളം വേണം, വദിയ, വെളിച്ചം വേണം. എന്നാൽ വല ഉംരി, ഞാൻ എൻ്റെ ആയുസ് പിടിച്ച് സത്യം ചെയ്തു പറയാണ്, ഇന്ന ഹാജത്തഹും ഇലൈക ല അക്ബർ, പ്രതീക്ഷയാകുന്ന നിന്നിലേക്കാണ് അവർക്ക് ഏറ്റവും വലുതായിട്ട് ആവശ്യമുള്ളത്. വ ഇന്ന ത്വരീഖക ഇലൈഹിം ല അസ്ഹലു വ ഐസർ, നിനക്കാണ് അവരിലേക്ക് ഏറ്റവും എളുപ്പത്തിലെത്താൻ കഴിയുന്ന വഴിയുള്ളത്. ലഖദ് തഖത്തൈതു ബിഹിം സുദൂദൽ മൗതി, മരണത്തിൻ്റെ അണകൾക്കപ്പുറം നീ അവരെ കൊണ്ടുപോയി. മദത്തലഹും മിൻ വറാഇഹ, ആ മരണങ്ങൾക്കപ്പുറമുള്ള കാര്യങ്ങളിൽ നിന്ന് നീ അവർക്ക് നീട്ടിക്കൊടുത്തു. റുവാഖൻ റഹീനൻ, റുവാഖൻ റഹീബൻ, വിശാലമായ പ്രതീക്ഷയുടെ ഗാലറികൾ. യൻഅമൂന ബിൻതിളാരിഹി, അവിടെ പ്രതീക്ഷയോടെ അവരെന്ത് ചെയ്യാണ്? കാത്തിരുന്നുകൊണ്ട്, ആ റുവാക്കിനെ കാത്തിരുന്നവർ ആനന്ദിക്കുന്നു. ഖബല അൻ യൻഅമു ബിജിവാരിഹി, അവിടേക്ക് അവരെത്തുന്നതിന് മുമ്പായിട്ട്. വഫുതിഹത അബ്വാബുസ് സമാഇ, ആകാശത്തിൻ്റെ കവാടങ്ങൾ തുറക്കപ്പെട്ടു. ഫഅമറഹൽ ഇൻസാനു ബിഅഹ്ബാബിഹി വഅൻസാരിഹി, ആളുകൾ, മനുഷ്യൻ അവൻ്റെ പ്രിയപ്പെട്ടവരും സഹായികളുമായി അവിടേക്ക് ചെന്നു. വത്തജഹ ഇലൈഹാ ബിസ്വലവാതിഹി വഅഫ്കാരിഹി, തൻ്റെ പ്രാർത്ഥനകളും പ്രതീക്ഷകളുമായി ആകാശങ്ങളിലേക്ക് തിരിഞ്ഞു. വസ്തഅനസത് ലഹു അആലിൽ കൗനി വഅസാഫിലിഹ, പ്രപഞ്ചത്തിൻ്റെ ഉയരങ്ങളും താഴ്ചകളും അവന് കീഴ്പ്പെട്ടതായി. ഫകഅന്നമാ ഹുവ മിൻഹാ ഫീ ഖറാറത്തി ദാരിഹി, അവിടങ്ങളിലൊക്കെ തൻ്റെ വീടകങ്ങളിലുള്ള പോലെ അവന് ആയിത്തീർന്നു. വകഅന്നമാ അൻതൽ അസീറൽ മഫ്റൂദ ലാ യഖ്ലു മിൻഹു ഫദാ, പ്രതീക്ഷയോട് പറയാണ്, പ്രതീക്ഷ, നീ അവർക്കിടയിൽ റേഡിയോ പ്രക്ഷേപണം പോലെ ഒരവസ്ഥയായി. എങ്ങനത്തെ ലാ യഖ്ലു മിൻഹു ഫദാഉൻ, റേഡിയോ തരംഗങ്ങൾ കടന്നു പോകുന്ന ഈ അന്തരീക്ഷം ഒഴിവല്ലാത്ത ആ ഒരു സ്പേസ്, ആ സ്പേസ് ഒരിക്കലും ഒഴിഞ്ഞു നിൽക്കുന്നല്ലോ. ബലിന്ന അസീറ റൂഹി ലൗലാക ലമാ അശ്റഖ അലൈഹാ ദിയാ, എന്നാൽ ആത്മാവിൻ്റെ വ്യാപനം എന്നുള്ളത് നീയില്ല എങ്കിൽ അവിടെ പ്രകാശങ്ങളില്ല. വലമാ ജാല ഫീ നവാഹിഹ ജമാലുസ് സമാ, അവിടെ നീയില്ലെങ്കിൽ, പ്രതീക്ഷയാകുന്ന നീയില്ലെങ്കിൽ ആ ലോകത്ത് ആകാശ ഭംഗികളുടെ ഒരു ഭംഗിയും അവരുടെ ജീവിതത്തിൻ്റെ മനസ്സിൻ്റെ മേഖലകളിൽ കണ്ടെത്തുക സാധ്യമല്ല. വലഖദ് ഖീല ലി അഹദിഹിം, ഒരിക്കൽ അവരിൽ ഒരാളോട് ചോദിക്കപ്പെട്ടിട്ടുണ്ട്, കൈഫ തകൂനു ജഹന്നം, നരകം എങ്ങനെയായിരിക്കും? അപ്പോൾ ഒരു പറഞ്ഞ്, മക്കാനുല്ലാ റജാ ഫിഹി, പ്രതീക്ഷയില്ലാത്ത സ്ഥലം, നീയില്ലാത്ത സ്ഥലമാണ് നരകം. വഖദ് സദഖ, പറഞ്ഞ സത്യമാണ്. ഫഹൈസു യസൂദുൽ ഖനൂതു ഫഹുനാക അദാബുൻ അലീമുൻ വശൈത്താനുൻ റജീമുൻ, അവിടേക്ക് ഖനൂത്താണ്, അവിടേക്ക് നിരാശയാണ് നയിച്ചു കൊണ്ടുപോകുന്നത് നരകത്തിലേക്ക്. അവിടെ റജാ അല്ല. ഫഹുനാക അദാബുൻ അലീമുൻ, അവിടെ വേദനിക്കുന്ന ശിക്ഷയാണ്. വശൈത്താനുൻ റജീമുൻ, നാട്യകറ്റപ്പെട്ട പിശാച്ചാണ്. വഹൈസു യുഖീമുർ റജാഉ ഫഹുനാക ജന്നത്തുൻ നഈമുൻ, എന്നാൽ പ്രതീക്ഷയുള്ള ഇടം എന്ന് പറയുന്നത് അത് അനുഗ്രഹത്തിൻ്റെ സ്വർഗ്ഗമാണ്. വഹ്യും മിനല്ലാഹ്, ഇത് അല്ലാഹുവിൻ്റെ വഹയുണ്ട് അവിടെ. വതസ്ലീമിൻ, അല്ലാഹുവിൻ്റെ സലാമുണ്ട്, രക്ഷയുണ്ട്. ഇതൊക്കെ ഉൾക്കൊള്ളുന്ന സ്ഥലം അത് പ്രതീക്ഷയാകുന്ന നിന്നിലാണ് എന്ന് പറയുക. അപ്പോൾ ജീവിതത്തിൻ്റെ ഒഴിച്ചുകൂടാൻ പറ്റാത്ത സംഗതിയാണ് പ്രതീക്ഷ എന്ന് ഇവിടെ അക്കാദ് പറഞ്ഞു വെക്കുന്നു. അവിടെ കുറച്ച് ചോദ്യങ്ങൾ. ഉക്തുബ് അൻ ഇസ്ഹാമാത്തി അബ്ബാസ് മഹ്മൂദ് അൽ അക്കാദ് ലിൽ അദബിൽ അറബി, അറബി സാഹിത്യത്തിന് അക്കാദ് കൊടുത്ത സംഭാവനകൾ എന്തൊക്കെ എഴുതുക. കൈഫ യസിഫുൽ കാത്തിബുർ റജാ ഫി ഹാദൻ നസ്സ് വമാ ഹുവ ദൗറുഹു ഫിൽ ഹയാത്ത്, ഈ നസ്സിൽ, ഈ ടെക്സ്റ്റിൽ എങ്ങനെയാണ് റജാഇനെ ഗ്രന്ഥകാരൻ വിവരിക്കുന്നത്, എന്താണ് ജീവിതത്തിൽ അതിൻ്റെ റോള്. മാഹിയർ റുഇയ അല്ലതി യുഖദ്ദിമുഹൽ കാത്തിബു ഹൗലൽ ഹയാത്തി വൽ മൗത്ത്, ജീവിതം മരണം ഇവയെക്കുറിച്ച് ഗ്രന്ഥകാരൻ അവതരിപ്പിക്കുന്ന കാഴ്ചപ്പാട് എന്താണ്. കൈഫ യസ്തഖ്ദിമുൽ കാത്തിബു മിസാല ഹബ്ബത്തിൽ അൽ ബുർരി ലിതൗളിഹി ഫിക്രതിഹി, തൻ്റെ കാഴ്ചപ്പാട് വ്യക്തമാക്കാൻ ഒരു ധാന്യമണിയെ എങ്ങനെയാണ് ഉദാഹരിക്കുന്നത്. മാഹിയർ റിസാല റഈസിയ്യ അല്ലതി യുഹാവിലുൽ കാത്തിബു ഈസാലഹ ഫി ഹാദൻ നസ്സ്, ഈ ടെക്സ്റ്റിലൂടെ ഗ്രന്ഥകാരൻ എത്തിക്കാൻ ശ്രമിക്കുന്ന പ്രധാന സന്ദേശം എന്താണ്. കൈഫി തനാവുൽ കാത്തിബു മൗദൂ അൽ ഖുവ്വ വദ്ദഅഫ് ഫിൻ നസ്സ്, ഈ ടെക്സ്റ്റിൽ ദൗർബല്യവും ശക്തിയും എന്ന വിഷയത്തെ എങ്ങനെയാണ് കൈകാര്യം ചെയ്യുന്നത്. കൈഫ യുശബ്ബിഹുൽ കാത്തിബുൽ ഹയാത ബിസർഇൻ ബഹീജിൻ വമാദാ യഅനി ദാലിക ബിന്നിസ്ബത്തി ലിൽ അഹ്യാഇ, എങ്ങനെയാണ് ഈ ഗ്രന്ഥത്തിൽ അല്ലെങ്കിൽ ഈ ഒരു ടെക്സ്റ്റിൽ
ഗ്രന്ഥകാരൻ ജീവിതത്തെ അത് പ്രക്ഷോഭിതമായ കൃഷിയുമായിട്ട് താരതമ്യപ്പെടുത്തുന്നത്. അതെങ്ങനെയാണ് ജീവനുമായി ബന്ധപ്പെട്ട് കിടക്കുന്നത്? അൽ കാത്തിബു അൽ ഫലാസിഫ് അൽ ഹുക്കമ മസ്ദറൻ മുഫീദ് അൽ റജാ ലിമാദ ഔ ലിമാദ ല. ഇവിടെ ഗ്രന്ഥകാരൻ ഫിലോസഫർമാരെയും തത്വജ്ഞാനികളെയും പ്രതീക്ഷയ്ക്കുള്ള ഉപകാരപ്പെടുന്ന ഒരു സോഴ്സായിട്ട് കണക്കാക്കുന്നുണ്ടോ? എന്തുകൊണ്ട് ഉണ്ട്, എന്തുകൊണ്ട് ഇല്ല? അതോടൊപ്പം അടുത്ത ക്വസ്റ്റ്യൻ, മാ ഹുവ ദൗറു അർ-റജാഇ ഫി തഹ്ഫീസ് അൽ-ഇൻസാനി അല തഹല്ലി ബിൽ ഇഖ്ദാമി വത്തഫാഉൽ. ശുഭാപ്തി വിശ്വാസവുമായി മുന്നോട്ട് പോകാൻ മനുഷ്യനെ പ്രേരിപ്പിക്കുന്ന പ്രതീക്ഷയുടെ റോൾ എന്താണ്? കൈഫ യർബിത്തുൽ ഖാതിബു ബൈന അർ-റജാഇ വ ഹാജാത്തിൽ അഹ്യാഇ മിസ്ലുൽ ഹവാഇ വൽ മാഇ വദ്ദിയാ. വെളിച്ചം, വെള്ളം, വായു, ഇതുപോലെ മനുഷ്യൻ്റെ ആവശ്യങ്ങൾ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകമായിട്ട് പ്രതീക്ഷ മാറുന്നു എന്നുള്ളത് ഗ്രന്ഥകാരൻ എങ്ങനെയാണ് അത് ബന്ധിപ്പിക്കുന്നത്? മാഹിയൽ ഖിയം വൽ ഫൽസഫ അല്ലത്തി യുഅബ്ബിറു അൻ ഹൽക്കാത്ത് മിൻ ഖിലാൽ ഹാദ നസ്സ്. ഈ ടെക്സ്റ്റിലൂടെ ഗ്രന്ഥകാരൻ അവതരിപ്പിക്കുന്ന ഫൽസഫ, ഫിലോസഫി, മൂല്യം, അവ എന്തൊക്കെയാണ്? ഇതൊരു ടാസ്ക് 4 ഇവിടെ അവസാനിക്കുകയാണ്. ഇൻഷാ അല്ലാഹ് ബാക്കി മറ്റൊരു സന്ദർഭം സംസാരിക്കാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.